നമസ്കാരം. റേക്കി ശാക്തെ ധ്യാനം, അസ്ട്രൽ ട്രാവലിംഗ് പോലുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു ധ്യാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. അതായത് വളരെ ഉയരത്തിൽ വ്യോമയാനം നടത്തുമ്പോഴാണ് ധ്യാനിക്കാൻ ലഭ്യമാകുന്ന ഏറ്റവും നല്ല സന്ദർഭം. അതായത് നമ്മൾ ഉയരങ്ങൾ താണ്ടുന്തോറും ഉപരിലോകങ്ങളിലേക്ക് ഉയർന്നുയർന്നു പോയിട്ടാണ് സാധാരണ അസ്ട്രൽ ട്രാവലിംഗ് ചെയ്യുന്നത്. അങ്ങനെ അസ്ട്രൽ ബോഡിയെ വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്നതിന് ഉതകുന്ന രീതിയിൽ പരിപക്വമാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് അസ്ട്രൽ ട്രാവലിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അത് ഹീലിങ്ങിന് റേക്കിയാണെങ്കിൽ ചെയ്യുന്നതിന് വളരെ എളുപ്പത്തിൽ, വളരെ പെട്ടെന്ന്, ദ്രുതഗതിയിൽ രോഗം സുഖപ്പെടുത്താനും ആ ഒരു കഴിവിൽ എത്തുന്ന റേക്കി സാധകർക്ക് സാധിക്കും. അപ്പോൾ ഉയരങ്ങളിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ലഭ്യമാകുന്നത് ഈ സറൗണ്ടിങ്സിലുള്ള നെഗറ്റീവ് വൈബ് നമ്മളെ ഏശാതെ, നമ്മളുടെ ധ്യാനത്തിന് ഭംഗം വരുത്താതെ നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഉയരം എത്ര കണ്ട് കൂടുന്നുവോ ധ്യാനം അത്രത്തോളം ശ്രമരഹിതമായിരിക്കും. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി സാധകന്മാർ ഹിമവൽ ശൃംഗങ്ങൾ തേടി ഉന്നതമായ പർവ്വതങ്ങളുടെ മുകളിലെല്ലാം പോയിരുന്ന് ധ്യാനം പരിശീലിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഉയരെയാകുമ്പോൾ ഭൂഗുരുത്വത്തിൻ്റെ മാത്രമല്ല ഭൗമമായ മറ്റു പല ആകർഷണങ്ങളുടെയും അതിൽ പങ്കുചേരാതെ നിങ്ങൾക്ക് കഴിയാൻ സാധിക്കും. ഭൂമിയോട് ചേർന്നിരുന്ന് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ഗുരുത്വാകർഷണം നമ്മളുടെ കുണ്ഡലിനി ശക്തിയെ കീഴോട്ട് വലിക്കുന്ന ഒരു പ്രവണത സംജാതമാകാറുണ്ട്. അപ്പോൾ അതൊഴിവാക്കുന്നതിനാണ് സങ്കല്പത്തിലാണെങ്കിലും ഉയരങ്ങളിലേക്ക് പോയിരുന്ന് ധ്യാനം പരിശീലിക്കുന്നത്. അതുപോലെ നെഗറ്റീവ് വൈബ്സ് നമ്മളെ സ്വാധീനിക്കാതിരിക്കാനും സാധിക്കും. മനുഷ്യൻ പടുത്തുയർത്തിയ കാപാട്യങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ് ആ സമയത്ത് നിങ്ങൾ ധ്യാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ളത് മേഘങ്ങളും താരകങ്ങളും ചന്ദ്രനും സൂര്യനും അനന്തമായ ബഹിരാകാശവുമാണ്. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇതാണ്. ആദ്യപടിയായി ആ അനന്തവിശാലതയുമായി തന്മീഭവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ബേസിക്കായിട്ടുള്ള ഒരു നിർമ്മിതി. 3 പടികളിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യ ചുവട് ഇതാണ്. കുറച്ച് നിമിഷത്തേക്ക് സ്വയം വലുതായിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ബോഡി, അതായത് നമ്മളുടെ അവബോധജന്യമായിട്ടുള്ള പ്രകാശ ശരീരം, അതിങ്ങനെ വികസിച്ച് വലുതായി വരുന്നു. വിമാനത്തിൽ വ്യോമയാനം നടത്തുന്നതായിട്ട് സങ്കല്പിക്കുന്നു. വിമാനത്തിൽ മുഴുവൻ നിങ്ങൾ വ്യാപിക്കുന്നു. അതാണ് ആദ്യത്തെ ചുവട്. നിങ്ങൾ വിമാനത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ചുവട് കൂടുതൽ വീണ്ടും വലുതായി വരുന്നതായും വിമാനത്തെയും അതിലംഘിച്ച് വ്യാപിക്കുന്നതായും അനുഭവിച്ചറിയുക. അങ്ങനെ 2 കാര്യങ്ങൾ ചെയ്ത് തീർന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ വിമാനം നിങ്ങൾക്കുള്ളിലായിത്തീരും. 3ാമത്തെ ചുവട് നിങ്ങൾ ആകാശവ്യാപ്തി മുഴുവനും ഉൾക്കൊണ്ട് വളർന്നതായി സങ്കല്പിക്കുക. ഇപ്പോൾ സഞ്ചരിക്കുന്ന മേഘങ്ങളും ഉദിക്കുന്ന സൂര്യനും അസ്തമിക്കുന്ന ചന്ദ്രനും നിങ്ങൾക്കുള്ളിലാണ്.
നിങ്ങൾ അതീവ ബൃഹത്തായ ആകാശത്തോടെ സീമാതീതമായൊരു സത്തയായി തീർന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെല്ലാം തന്നെയാണ് ഈ മുഴുപ്രപഞ്ചവും വിരിയുന്നതായി സാധ്യമാകുന്നത്. ഈ അനുഭൂതി നിങ്ങളുടെ ധ്യാനമായി മാറുന്നു. നിങ്ങൾക്ക് പൂർണ്ണമായ മനോലാഹത്വവും സംഘർഷത്തിൽ നിന്ന് അയവും അനുഭവപ്പെടുന്നു. അങ്ങനെ നിങ്ങളുടെ ഉള്ളം, ആ ഉള്ളത്തിനുള്ളിൽ ഒരു മഹാകാശം ഉരുത്തിരിഞ്ഞു വരുന്നു. ആ മഹാകാശത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ റേക്കി ഇൻവോക്ക് ചെയ്യുന്നു. I thank myself for being here. I thank Reiki for being here. I thank myself for being here. ഇങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് സ്വായത്തമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിൽ വലിയൊരു ശക്തി തത്സമയം പരസ്പരം കൈകൾ അഭിമുഖമായി പിടിക്കുമ്പോൾ തന്നെ വന്നു ചേരുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആയിരക്കണക്കിന് രോഗികളെ അനുനിമിഷം നിങ്ങൾക്ക് ചികിത്സിക്കാൻ സാധിക്കും. ഈ ബൃഹത്തായിട്ടുള്ള അവബോധജന്യമായിട്ടുള്ള മഹാകാശ സീമ അത് ഒരു ആൽഫ റെലംസ് ആണ്. നാം ജീവിക്കുന്ന ഈ പാരഡൈമിൽ നിന്ന് ഷിഫ്റ്റായി മറ്റൊരു പാരഡൈമിലാണ് നമ്മളിപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ചികിത്സിക്കുന്ന രോഗികളും മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ റെയിൻബോയുടെ പ്രാക്ടീസ് ആരംഭിക്കുക. ഹേലോവ കീലോവ മാനാഹോലോ സേഹി സോഹം. ഇത് ശ്വാസം കൊണ്ട് ചെയ്യുമ്പോൾ ശബ്ദം വൈഖരിയായിട്ടല്ല, ഉപാംശമായിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് റെയിൻബോയുടെ ഒരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു സാന്നിധ്യം നിങ്ങൾക്കവിടെ വന്നു ചേരും. ആ സമയം നിങ്ങളുടെ മുമ്പിലൂടെ ഓരോരോ രോഗികളും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. അതുപോലെ ആ സമയം നിങ്ങളുടെ മനോമുകുരത്തിലായിട്ട് ഈ പറയുന്ന മഹാകാശത്തിൽ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും വന്നു ചേരുന്നു. അതെല്ലാം സോൾവായി ഈ റെയിൻബോ സ്വാംശീകരിച്ച് അതെല്ലാം അവിടെ വെച്ച് അത് പൂർത്തീകരിച്ച് അത് സുഖം പ്രാപിച്ച് അത് അപ്രത്യക്ഷമായി പോകുന്നു. അതായത് ആകാശത്തിൽ എങ്ങനെയാണോ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്, ആകാശത്തിൽ എങ്ങനെയാണോ മേഘങ്ങൾ അപ്രത്യക്ഷമാകുന്നത്, മേഘങ്ങൾ അവിടെ ആരും നിർമ്മിക്കുന്നില്ല, അത് തനിയെ വരുന്നു, തനിയെ അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ ഒരാളുടെ ജീവിതമായിത്തീരുമ്പോഴാണ് ഒരാളിൽ ധ്യാനം സംഭവിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥ ഓരോ അനുനിമിഷം നിങ്ങൾ അതിലാണ് ജീവിക്കുന്നത്. ഈ അവബോധജന്യമായിട്ടുള്ള മഹാകാശ സീമയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾക്ക് വ്യാപൃതനാകാം. അങ്ങനെ ചെയ്യുമ്പോൾ കർമ്മത്തിൻ്റേതായിട്ടുള്ള ആ കോൺസിക്വൻസ്, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആ ഒരു അനന്തരഫലം നമ്മളിലേക്ക്, അത് നമ്മളെ ഏശാതെ ഒരു ചേമ്പിലയിൽ വെള്ളത്തുള്ളി വന്നിരുന്ന് അത് ഒഴുകിച്ചാടിപ്പോകുന്നത് പോലെ അത് സംഭവിക്കും. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബോഡി ഒരു ട്രാൻസ്പെറൻറ്റ് ബോഡിയാണ്, ഒരു പൈപ്പായിട്ടാണ്, ഒരു ചാനലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഊർജം വരുന്നു, ഊർജം പോകുന്നു, രോഗി വരുന്നു, രോഗി സുഖമായി പോകുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഓരോ റേക്കി സാധകരും എത്തപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലേറ്റർ റേക്കി.